വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സ്പെഷ്യൽ ബീഫ് മസാല കറി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ ഐറ്റംസ് വേണ്ട, എന്തൊക്കെ ചെയ്യണ്ട്. ഓക്കെ, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഐറ്റംസ് 4 മീഡിയം സൈസ് ഉള്ളി, 3 പച്ചമുളക്, 4 മീഡിയം സൈസ് തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ റെഡ് ചില്ലി എല്ലാതും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി റെഡ് കാശ്മീർ ചില്ലിയാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചില്ലി ഇടാം, നമ്മൾ ഇഷ്ടമുള്ള റെഡ് ചില്ലിയോ നോർമൽ റെഡ് ചില്ലി, എരിവില്ലാത്ത റെഡ് ചില്ലി വരും, അതും ഇടാം. ഓക്കെ, നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഓയിൽ ഒഴിക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്ത ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് 3 പച്ചമുളകും 4 മീഡിയം സൈസ് ഉള്ളി അതിട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം ഇച്ചിരി ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അത് നല്ലോണം വഴറ്റാം. ഞാൻ വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് എന്തൊക്കെ ഇടേണ്ടതെന്ന് ഞാൻ പറയും. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഇഞ്ചി വെളുത്തുള്ളി ഇടാം. എന്നിട്ട് അത് നല്ലോണം വഴറ്റി കൊടുക്കുക. ഞാനിത് ഉള്ളി എടുത്തത് 1/2 കിലോ ബീഫിനാണ് ഈ 4 ഉള്ളി എടുത്തത്. പിന്നെ 1 കിലോ ബീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 ഉള്ളി എടുക്കാം. ക്വാൻറ്റിറ്റി കൂട്ടാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഉള്ളി വാടിയിട്ടിട്ട് 4 മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം വഴറ്റി വെന്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു തരാം. ഉള്ളി തക്കാളി ഒക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ മസാല ഇടാം. എന്തൊക്കെ റെഡ് ചില്ലി പൗഡർ, പിന്നെ കുരുമുളക്, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, പിന്നെ മല്ലിപ്പൊടി ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് ഞാൻ പറയാം എന്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. 2 വിസിൽക്ക് വേണ്ടിയിട്ട് കുക്കർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം അടുപ്പ് തുറക്കാം. നമ്മളെ ബീഫ് മസാല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടുള്ള ഈ റൈസിക്കോ സാധാ റൈസിനോ എല്ലാത്തിനും നല്ല ടേസ്റ്റാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലോട്ട് പറയാം. കറി റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള ഗീ റൈസോ സാധാ റൈസിനോ ഒഴിച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലോട്ട് പറയാം. എന്നിട്ട് ഇൻഷാല്ലാ അടുത്ത വ്ളോഗായിട്ട് സീ യു സൂൺ. ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, മറക്കല്ലേ.